നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. റിമെമ്പർ ദി നെയിം തുഷാർ ദേശ്പാണ്ഡെ, ഹീറോ ദേശ്പാണ്ഡെ. എങ്ങനെ ഈ കളി പറഞ്ഞ് വിവരിക്കണമെന്ന് എനിക്കറിയില്ല. അത്രക്കും ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. നിർഭാഗ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു കളി. വമ്പൻ സ്കോർ ഉയർത്തി രാജസ്ഥാൻ റോയൽസ് 210 റൺസ്. പക്ഷെ മറുപടി ബാറ്റിങ്ങിൽ സായി സുദർശൻ്റെ ഗംഭീര ഇന്നിങ്സിൻ്റെ ബലത്തിൽ കുതിച്ചു പാഞ്ഞതാണ് GT. പക്ഷേ പിന്നെ വിക്കറ്റുകൾ വീഴ്ത്തി. ഒടുവിൽ ഷാരൂഖ് ഖാനെ തൻ്റെ കിടിലൻ ത്രോയിലൂടെ ജഡേജ റണ്ണൗട്ടാക്കിയപ്പോൾ കഴിഞ്ഞു GT എന്ന് വിചാരിച്ചതാണ്. 161-7 എന്ന രൂപത്തിൽ 15ാമത്തെ ഓവറിൽ. പിന്നെ ബൗളർമാരല്ലേ ഉള്ളൂ എന്ന് കരുതിയതാണ്. പക്ഷേ കാഗിസോ റബാദ, റാഷിദ് ഖാന് കിടിലൻ സപ്പോർട്ട്, രണ്ടുപേരും കൂടി വിജയത്തിനരികിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് 11 റൺസ്. രാജസ്ഥാൻ റോയൽസിന് പന്തെറിയാൻ ആന്ദ്രെ ബർഗർ എവിടെ ബാക്കിയുണ്ട്. 2 ഓവറിൽ 20 റൺസ് കൊടുത്ത തുഷാർ ദേശ്പാണ്ഡെക്ക് പന്ത് കൊടുക്കാനാണ് അപ്പോൾ ക്യാപ്റ്റൻ തീരുമാനിച്ചത്. വാവ് ദാറ്റ് വാസ് എ ബ്രില്യൻറ്റ് ഡിസിഷൻ. കിടിലൻ ബൗളിംഗ് ആണ് തുഷാർ ദേശ്പാണ്ഡെ പുറത്തെടുത്തത്. വെറും 4 റൺസാണ് വിട്ടുകൊടുത്തത്. വിക്കറ്റ് എടുത്തു. റാഷിദ് ഖാൻ്റെ വിക്കറ്റും എടുത്തു. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് മികവ്, അതിനുപരി അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതെടുത്തു പറയണം. അങ്ങനെയാണ് ഈ കളി വിജയിപ്പിച്ചത്. ആദ്യ പന്ത് വൈഡ് എറിഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അവസാന ഓവർ. പക്ഷേ തൊട്ടടുത്ത 3 പന്തുകളിൽ സിംഗിളുകൾ മാത്രം. അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് അതിൽ വളരെ കൃത്യമായി കാണാമായിരുന്നു. പിന്നാലെ ഒരു ഡോട്ട് ബോൾ വരുന്നു. പിന്നെ റാഷിദ് ഖാൻ അടിച്ചേ പറ്റൂ. അദ്ദേഹം ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബൗണ്ടറി ലൈനിൽ ജോഫ്രെ ആർച്ചറുടെ കിടിലൻ ക്യാച്ച്. ആ ക്യാച്ച് എടുത്തിട്ട് ഇരു കരങ്ങളും ഇങ്ങനെ ഉയർത്തിയിട്ടൊരു നിൽപ്പുണ്ട്. യെസ്, കളി ജയിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത പന്തും മനോഹരമായിട്ട് എറിഞ്ഞുകൊണ്ട് ആ കളിയേക്ക് തീർത്തു. 4 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഓവർ പൂർത്തിയാക്കുമ്പോൾ 6 റൺസിൻ്റെ ത്രില്ലർ വിജയമാണ് GTക്ക് മേൽ രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത 20 ഓവറുകളിൽ 210 റൺസ് അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി കിടിലൻ തുടക്കമാണ് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്നിട്ടത്. 7ാമത്തെ ഓവറിൽ സൂര്യവംശി മടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് 31 റൺസ് വന്നു കഴിഞ്ഞിരുന്നു. 18 പന്തുകൾ നേരിട്ട് 5 ഫോറും 1 സിക്സും അടക്കം 31 റൺസാണ് ബേബി മോൺസ്റ്റർ ഈ കളിയിൽ അടിച്ചത്. യശസ്വി ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി കുറിച്ച് 36 പന്തുകൾ 6 ഫോറും 3 സിക്സും അടക്കം 55. എന്നാൽ ഇന്നിങ്സിലെ ഹീറോ ധ്രുവ് ജുറലായിരുന്നു. 42 പന്തുകൾ നേരിട്ട് 5 ഫോറും 5 സിക്സും അടക്കം 75 റൺസാണ് അദ്ദേഹം അടിച്ചത്. അവസാനം 20ാമത്തെ ഓവറിൽ മാത്രമാണ് അദ്ദേഹം പുറത്താകുന്നത്. കിടിലൻ ഇന്നിങ്സ്. ക്യാപ്റ്റൻ റയാൻ പരാഗ് 8 റൺസ്, ഷിബ്രോൺ എറ്റ്മയർ 8 പന്തിൽ നിന്ന് 1 ഫോറും 2 സിക്സും അടക്കം 18 റൺസ്, രവീന്ദ്ര ജഡേജ 7 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. ഏതായാലും നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 210. മറുപടി ബാറ്റിങ്ങിൽ സായി സുദർശനൊപ്പം കുശാഗ്രയാണ് ഇറങ്ങിയത്. ഇന്ന് ഗില്ലുണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹത്തിന് മസിൽ സ്പാസം കാരണം ഇന്ന് അദ്ദേഹം കളിക്കാനുണ്ടായിരുന്നില്ല. മറിച്ച് റാഷിദ് ഖാനാണ് GTയെ നയിച്ചത്. ഏതായാലും രണ്ടുപേരും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് 78 റൺസ് വരുന്നു. 8ാമത്തെ ഓവറിലാണ് കുശാഗ്ര മടങ്ങിയത്. 14 പന്തിൽ നിന്ന് 18 റൺസും ആണ് അദ്ദേഹം അടിച്ചത്. എന്നാൽ മറുഭാഗത്ത് സായി സുദർശൻ പൊളിച്ചടുക്കുകയായിരുന്നു. ജോസ് ബട്ട്ലർ 14 പന്തിൽ നിന്ന് 26 റൺസ് അടിച്ചു. ഗ്ലെൻ ഫിലിപ്സ് 3 റൺസുമായിട്ടും വാഷിംഗ്ടൺ സുന്ദർ 4 റൺസുമായിട്ടും രവി ബിഷ്ണോയുടെ മുന്നിൽ അടുത്തടുത്ത പന്തിൽ നിന്നല്ല, ഒരു ചെറിയ ഇടവേളയിൽ 2 വിക്കറ്റുകൾ അധികം വീഴ്ത്തുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ 13ാമത്തെ ഓവറിലെ 13ാമത്തെ ഓവറിലെ ആദ്യ പന്തിലും 13ാമത്തെ ഓവറിലെ 3ാമത്തെ പന്തിലുമായിട്ട് ആ 2 വിക്കറ്റുകൾ എടുത്തുകൊണ്ട് രവി ബിഷ്ണോയി GTക്ക് ഏൽപ്പിച്ച പ്രഹരം വലുതാണ്. സായി സുദർശൻ 44 പന്തിൽ 9 ഫോറും 3 സിക്സും അടക്കം 73 റൺസാണ് അടിച്ചത്. പിന്നെ രാഹുൽ തെവാട്ടിയ 6 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ച് മടങ്ങിപ്പോയി. അദ്ദേഹത്തെയും മടക്കി വിട്ടത് രവി ബിഷ്ണോയി ആയിരുന്നു. ഷാരൂഖ് ഖാനെ നമ്മൾ പറഞ്ഞല്ലോ, രവീന്ദ്ര ജഡേജ റണ്ണൗട്ടാക്കി. 4 പന്തിൽ നിന്ന് 11 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. റാഷിദ് ഖാൻ അവസാനം വരെ പൊരുതി നോക്കി. 16 പന്തുകൾ 3 ഫോറിൽ സഹായത്തോടെ 24 റൺസ്. അവസാന ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെ ജോഫ്രെ ആർച്ചറുടെ കൈകളിലേക്ക് എത്തിച്ചു. കാഗിസോ റബാദ 16 പന്തിൽ നിന്ന് 23, 1 ഫോറും 2 സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു. ഏതായാലും അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. എടുത്തു പറയേണ്ട പ്രകടനം ഈ അവസാന ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെയുടേത്. ഒപ്പം 4 വിക്കറ്റുകൾ പിഴുത രവി ബിഷ്ണോയി ഇമ്പാക്റ്റ് പ്ലെയർ എന്ന രൂപത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. 4 ഓവറിൽ 41 റൺസിന് 4 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. ഏതായാലും തകർപ്പൻ വിജയം. ഒരു ത്രില്ലർ പോരാട്ടത്തിൽ 6 റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് ഇവിടെ രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നത്. അതോടുകൂടി 2 കളി 4 പോയിന്റുമായിട്ട് അവർ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.